ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗദിയിൽ ഈ വർഷം ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. കണ്ടില്ലേ, രാവിലെ 10:15 ഉള്ളൂ, 42 ഡിഗ്രി ഉണ്ട് ചൂട്. അപ്പൊ നമ്മൾ ഇന്ന് കല്യാണിയുടെ ക്ലാസ്സിനായിട്ട് പുറത്തേക്ക് പോവാണ്. വീട്ടിലിരുന്നാല് ആള് ഫോണിൽ കളിച്ചൊക്കെ നടക്കും. അപ്പൊ എന്തായാലും പോയല്ലേ പറ്റൂ. അപ്പൊ നമ്മൾ ഇറങ്ങിയതൊരു 1:30 കഴിഞ്ഞ സമയത്താണ്, 1:45. അപ്പൊ നമ്മൾ ക്ലാസ്സിനൊക്കെ എത്തി. ഞാനും മനുവും കുറച്ചു നേരം അവിടെ ഇങ്ങനെ കുത്തിയിരിക്കേണ്ടി വരാറുണ്ട്. നമ്മൾ സെയിം അവസ്ഥ തന്നെയാണ്. അവിടെ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഒന്നെങ്കിൽ നമ്മളിങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടിട്ടിരിക്കും. കല്യാണി ഇന്ന് പപ്പ അടുത്തുള്ളത് കൊണ്ട് കല്യാണി ഭയങ്കര ഉഴപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് പപ്പയെ വന്ന് കണ്ട് പപ്പയുടെ ഇടയ്ക്ക് വന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് ആള് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ആഴ്ച 2 ദിവസം ഈ സമയത്ത് നമ്മൾ പുറത്തിറങ്ങാറുണ്ട് കല്യാണിയുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടേ. 2 ദിവസം ഇറങ്ങുന്നതും നല്ല ബുദ്ധിമുട്ടാണ്, നല്ല ചൂടാണ്. ഈ വെയിലത്ത് പണിയെടുക്കുന്നവര് ശരിക്കും സമ്മതിക്കണം അല്ലേ. പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരുടെ കാര്യം ഭയങ്കര കഷ്ടം തന്നെയാണ്, കാരണം അത്രയ്ക്ക് ചൂടാണ്. ഞങ്ങൾ അമ്മയും മോളും 5 മിനിറ്റ് സ്നേഹമാണെങ്കിൽ പിന്നെ 10 മിനിറ്റ് വഴക്കാണ്. കല്യാണി ഏറ്റവും കമ്പനി അടിച്ചു നിൽക്കുന്നത് അവരുടെ പപ്പയായിട്ടാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ. പെൺകുട്ടികൾ എപ്പോഴും അച്ഛൻ മക്കളാണ്. നമ്മളിതാ ഡയറ്റാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഐസ്ക്രീം വണ്ടി കണ്ടത്. ഒന്നും നോക്കിയില്ല, മനുവിനോട് പറഞ്ഞു, മനു എനിക്കും കല്യാണിക്ക് ഐസ്ക്രീം വേണമെന്ന്. അങ്ങനെ മനു ഐസ്ക്രീം വാങ്ങാൻ പോയിട്ടുണ്ട്. എനിക്ക് സ്ട്രോബെറിയും കല്യാണിക്ക് ചോക്ലേറ്റുമാണ് മേടിച്ചത്. കല്യാണി പറഞ്ഞു എനിക്ക് അവൾക്ക് ചോക്ലേറ്റ് മതിയെന്ന്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് ആൾക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ടേസ്റ്റ് ഒക്കെ നോക്കി ഞങ്ങൾ നേരെ ലുലുവിലേക്ക് പോവാണ്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ട്. നിങ്ങൾക്കാർക്കെല്ലാം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മുടി ലോങ് ആവുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളതായിട്ട്? അതായത് മുടി കെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊന്നും അല്ല, നമുക്ക് എന്തോ കഷ്ടകാലം, എന്ത് ചെയ്താലും പ്രശ്നമാണ്, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? പക്ഷെ എനിക്ക് ഒരുപാട് പ്രശ്നം അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എപ്പോൾ മുടി ലോങ് ആയാലും എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകള്, എന്തെങ്കിലും സങ്കടങ്ങള് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതായത് കല്യാണിയുടെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് റംബൂട്ടാന്. അതൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മുടി വെട്ടുന്ന കാര്യം പറഞ്ഞതേ, മുടി ലോങ് ആവുന്നതിന്റെ കാര്യം പറഞ്ഞതേ, എനിക്ക് മുടി വെട്ടുകയും കൂടി വേണം, അതാണ്. അപ്പൊ അതൊക്കെ വിശേഷങ്ങൾ പറയാം. എന്താ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞമ്പഴം കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മറ്റു റോബസ്റ്റ പഴത്തിനേക്കാളും ഏറ്റവും ഇഷ്ടം എന്താ ഈ കുഞ്ഞമ്പഴമാണ്. അപ്പൊ ഒരു കുഞ്ഞമ്പഴമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പായ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ലുലുവിൽ ഇറങ്ങുകയാണ് ചെയ്തത്. ഈ പ്രാവശ്യം ലുലു പോയപ്പോഴത്തേക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സെൽഫ് ബില്ലിംഗ് ആയിരുന്നു. നമ്മള് തന്നെ ബില്ല് ചെയ്തിട്ട് പേ ചെയ്യുമായിരുന്നു. നമ്മുടെ ഒരു ATM മെഷീൻ ഒക്കെ പോലെ ഒരു ഇതുണ്ട് അവിടെ. അതിനകത്തായിരുന്നല്ല ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ. അപ്പൊ നമ്മളിത് കുറച്ച് അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു. നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഡയറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നല്ല വിശപ്പുണ്ട്. ഇനി വീട്ടിൽ ചെന്ന് കുക്ക് ചെയ്തൊക്കെ എടുക്കാൻ നല്ല ടൈം എടുക്കും. അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു തന്തൂരിയും ഒരു കബാബും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സെൽഫ് ബില്ലിംഗ് ആണെന്ന് പറഞ്ഞത്. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. പിറ്റേ ദിവസമാണ് നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അങ്ങനെ പെട്ടെന്ന് വീട്ടിലിരുന്നപ്പോഴത്തേക്ക് തോന്നിയതാണ്, മനു എനിക്കൊന്ന് ഹെയർ കട്ട് ചെയ്യണം. എനിക്ക് എന്തോ പോലെയാ മുടി വളരുമ്പോഴത്തേക്ക് എനിക്ക് തൊടുന്നതും പിടിക്കുന്നതും എല്ലാം അബദ്ധമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അതായത് എനിക്ക് എന്ത് കഷ്ടകാലം വണ്ടി പിടിച്ചു വരുന്നത് പോലെയാണ് എനിക്ക് മുടി വളരുമ്പോഴുള്ള അവസ്ഥ. അപ്പം വിശ്വാസമാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിൽ എന്തിനാ വെറുതെ മുടി വെച്ചോണ്ടിരിക്കണേത്. ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ വന്നു. ഫസ്റ്റ് മനുവിനെ കുറെ ഹെയർ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഏത് വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ 2 ലാസ്റ്റ് ചൂസ് ചെയ്തിട്ട് അതിന്ന് ഒരെണ്ണം എടുത്തു. ഞാൻ ബട്ടർഫ്ലൈ ഹെയർ കട്ടാണ് ചെയ്തത്. ഇതാണ് ഫൈനൽ ലുക്ക്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, നേരത്തെ കിടന്ന ഹെയറിനേക്കാളും കുറച്ചുകൂടെ സെറ്റ് ചെയ്തത് കൊണ്ടല്ല കേട്ടോ, ഈ ഹെയർ കട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഷോർട്ട് ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അങ്ങനെ ഹെയർ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങുവാണ്. കല്യാണിയോട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഫോണൊക്കെ കണ്ടിട്ടും ഒക്കെ. നമ്മളിതാ നേരെ വീട്ടിലേക്ക് പോവാണ് ഇനിയും. അപ്പൊ ഞാൻ എന്റെ ഹെയർ ഉള്ള ലുക്കും ഹെയർ കട്ട് ചെയ്ത ലുക്കും കാണിച്ചു തരാവേ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. എനിക്ക് ഹെയർ കട്ട് ചെയ്യുമ്പോഴേ എനിക്ക് ഇഷ്ടപ്പെടുന്നത് സാധാരണ, കാരണം എന്റെ ഫേസ് കുറച്ച് വലിയ ഫേസാണ്. എനിക്ക് കുറച്ച് കല്യാണിയുടെ ഒക്കെ ഫേസ് എന്ന് പറയാൻ കുഞ്ഞു മുഖമാണ്. എന്റെ ഫേസ് ഒക്കെ കുറച്ച് വലിയ ഫേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പൊ ഹെയർ കട്ട് ചെയ്തിടുമ്പോഴത്തേക്ക് ആ ഫേസിന് ഇച്ചിരി ഒതുക്കം കിട്ടുന്നത് പോലെ തോന്നാറുണ്ട്. അങ്ങനെ ഹെയർ കട്ട് ചെയ്തു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് കല്യാണിക്ക് ഇതാ ടോട്ടില വേണോന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ടോട്ടില മേടിച്ചു കൊടുക്കാന്നൊക്കെ വെച്ച് ദാമനു കയറിയിട്ടുണ്ട് ഷോപ്പില്. ഇനി ടോട്ടിലൊക്കെ വാങ്ങി വന്ന് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ വീടും. എന്റെ പപ്പ ടോട്ടില മീറ്റപ്പോൾ ഞാൻ വയനാണ് അത്
അതുകൊണ്ട് വയറ് നിറഞ്ഞെന്നല്ല, എനിക്ക് വിശക്കുന്നു, അതുകൊണ്ടാ. എനിക്ക് വിശക്കാണ്, അതുകൊണ്ടാ. ടോട്ടലി അറിയാമോ? ടോട്ടലി അറിയാം. ചപ്പാത്തി പോലെയാ. ടോട്ടലിലെ ചപ്പാത്തി പോലെയാ. പിന്നെ എനിക്ക് പറക്കാം. നോക്ക്, അമ്മയുടെ മുടി വെട്ടിയത് എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാം. അത് ഇത്രയായി. ഷോർട്ടായി ഇല്ലേ? അമ്മ എന്താ മുടി വെട്ടിയേ? അതോ, ചുമ്മാ അമ്മയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോ ഒരു അഹങ്കാരം കയറി. ഈ കാർട്ടൂൺ കാണരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കല്യാണിയാണെങ്കിൽ ഹൊറർ കാർട്ടൂൺ മാത്രമേ കാണത്തേ ഉള്ളൂ. അങ്ങനെതാ കുറച്ച് കഥയുടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ടോട്ടലിയൊക്കെ വാങ്ങി നമ്മൾ നേരെ ഇനി റൂമിലേക്ക് പോവാണ്. ഇനി റൂമിൽ ചെന്നിട്ട് വേണം ഞാൻ കാണിക്കാം എന്റെ ലോങ് ഹെയർ എന്നപ്പോ ഉള്ള ലോങ് ഹെയർ കാണാൻ പറ്റില്ല. ലോങ് ഹെയർ ആയിരുന്ന ടൈമിലെ ഫേസും ഇപ്പോഴത്തെ ഫേസും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാവേ. ഇതാ ഞങ്ങളുടെ വില്ല. അപ്പൊ ഇവിടെ വന്ന് ഇനിയും കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കണം. അപ്പൊ ദേ റൂമിലൊക്കെ എത്തിയിട്ടുണ്ട്. റൂമിലെത്തിയാല് കല്യാണി ഫോൺ മാറ്റിയിട്ട് നേരെ ടി വിയിൽ കയറും. ഇപ്പം നമ്മൾ മറ്റേ കാർട്ടൂൺ എന്താ അതിന്റെ പേരെന്ന് എനിക്കറിയില്ല, ഒരു ഒരു എന്താ ടെറർ ലുക്കിലുള്ള ഒരു ബേബിയൊക്കെ. ഞാൻ എത്ര പറഞ്ഞാലും വീണ്ടും നമ്മൾ കാണാതെ വെക്കും. ഞാൻ എടുത്ത് മാറ്റി വെക്കാറുമുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് പെപ്പപ്പിക്കൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഇനി കാണിക്കാവേ. ഇതാണ് എന്റെ ലോങ് ഹെയർ ഉള്ള ടൈമില്. ഇപ്പം എന്താ പറയാ, കെയറിങ് ഒന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഹെയർ ഉള്ള സമയത്ത്. പക്ഷെ എനിക്കെപ്പോഴും ഹെയർ വളർന്നാൽ എനിക്ക് ഭയങ്കര കഷ്ടകാലമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എന്തോ എല്ലാ കഷ്ടകാലം വണ്ടി പിടിച്ചു വരാന്ന് പറയില്ലേ, അതേപോലെയാണ് എന്റെ അവസ്ഥ ലോങ് ഹെയർ ആകുമ്പോഴത്തേക്ക്. കുഞ്ഞിലെ എനിക്ക് നിറയെ മുടി ഉണ്ടായിരുന്നു. കുഞ്ഞിലെ അല്ല, ഏകദേശം ഒരു എഞ്ചിനീയറിംഗ് ടൈമില് ഞാൻ എൻ്റെ ഹെയർ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗിനാണ് ഹെയർ ഞാൻ ഷോർട്ട് ആക്കിയത്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ വെട്ടിയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ അങ്ങനെ ഷോർട്ട് ആക്കിയിട്ടില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് വെട്ടിവിടാറേ ഉള്ളൂ. അപ്പൊ കല്യാണം ജനിച്ച് കഴിയുമ്പോഴത്തേക്കും നിറയെ മുടി വന്ന് നല്ല ലെങ്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നല്ല കഷ്ടകാല സമയമായിട്ട് വണ്ടി പിടിച്ച് കഷ്ടകാലം വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ മുടി ലോങ് ആയിട്ട് വളർത്താറില്ല. ഇടയ്ക്ക് വികട സരസ്വതി വായിൽ വരുന്നത് എന്ത് ചെയ്യാൻ, വികട സരസ്വതി തന്നെയല്ലേ പറയാ. പോട്ടെ. അപ്പൊ ദേ എനിക്ക് ഷോർട്ട് ആക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് ഫീലിംഗ് എന്താ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എന്തോ എപ്പോഴും കഷ്ടകാലം വണ്ടി പിടിച്ചു വരുന്ന ഒരു ഫീലാണേ. നമ്മൾ പറയില്ലേ, ആകാശത്തൂടെ പോകുന്നതിനെ നമ്മൾ ഏണി വെച്ച് മേടിക്കാന്ന്, ആ അവസ്ഥയാണ് എനിക്ക് മുടി വളരുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ഒന്നും ആലോചിക്കാതെ നേരെ കുറച്ചായിട്ട് മുടി മുറിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പ്രാവശ്യമെങ്കിലും ലോങ് വളർത്താന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് സെയിം ഫീല് തന്നെ. എന്നാ ശരി, ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ വേഗം കാണാം. ഓക്കെ ബൈ.